ഈ ഫോട്ടോയിൽ കാണുന്നത് രണ്ട് രാജ്യത്തെ സ്കൂൾ യൂണിഫോമാണ്. ഒന്ന് ഇന്ത്യയിലെ കേരളത്തിലെ, രണ്ട് സൗദി അറേബ്യയിലെ റിയാദ്. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സുഡാപ്പികളുടെ വക്കാലത്തുമായി വന്നാൽ വിദ്യാസമ്പന്നരായ മുസ്ലിങ്ങളുടെ പിന്തുണ പോലും താങ്കൾക്കും പിണറായിക്കും കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ഫോട്ടോകൾ, ഒന്ന് ഒരു AI ഫോട്ടോയാണ്, അതാണ് കേരളത്തിലെ എന്ന് പറയുന്നത്. എന്നിട്ട് മറ്റൊന്ന് സൗദി അറേബ്യയിലെ റിയാദിലെ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റൊരു ഫോട്ടോ പങ്കുവെച്ചിട്ടുള്ളത്. ഈ രണ്ട് ഫോട്ടോകളും പങ്കുവെച്ചുകൊണ്ടാണ് പച്ച നുണ ഈ പറയുന്ന AP അബ്ദുള്ള കുട്ടി എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ വേസ്റ്റ്, ഒരു കൂട്ടിക്കൊടുപ്പുകാരൻ, പണത്തിന് വേണ്ടി എന്ത് ചെറ്റത്തരവും ചെയ്യാൻ മടിയില്ലാത്ത, അധികാരത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി സ്വന്തം തള്ളയെ പോലും ആക്രമിക്കുവാനും നിന്ദിക്കുവാനും അധിക്ഷേപിക്കുവാനും തയ്യാറായിട്ടുള്ള ഈ AP അബ്ദുള്ള കുട്ടി രണ്ട് ഫോട്ടോകൾ പങ്കുവെച്ചുകൊണ്ട് നടത്തിയ ഒരു 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 പോസ്റ്റാണ് ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ വായിച്ചത്. ഈ പറയുന്ന പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് സ്കൂളിലെ ഈ പറയുന്ന ഹിജാബ് വിവാദം ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ ഇത്തരത്തിൽ പച്ച നുണ ഗൂഗിൾ സെർച്ചിൽ നിന്ന് എടുത്ത ഫോട്ടോകൾ പച്ച നുണയായിട്ട് പടച്ചുവിട്ട് ജനങ്ങൾക്കിടയിൽ ഈ പറയുന്ന തരത്തിൽ സ്പർദ്ധയുണ്ടാക്കുവാനുള്ള ശ്രമങ്ങളാണ് ഈ പറയുന്ന സംഘപരിവാറിന്റെ ചെറ്റ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോ നമ്മൾ ഇതിന്റെ കമന്റ് ബോക്സ് ഒന്ന് വായിക്കുകയാണ്. ഞാൻ ഇതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് വരാം. ഈ ഫോട്ടോ, ഞാൻ തംബ്നെയിലിൽ വെച്ചിരിക്കുന്ന ഫോട്ടോ, ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോട്ടോ, ഈ ഫോട്ടോ എന്ന് പറയുന്നത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ റസൂം ഇന്റർനാഷണൽ സ്കൂൾ ഇൻ സിംഗപ്പൂർ നമ്പർ 1 ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഈ പറയുന്ന സിംഗപ്പൂരിലെ ഒരു സ്കൂളിന്റെ വിദ്യാർത്ഥികൾ ഈ തരത്തിൽ യൂണിഫോം ധരിച്ചിരിക്കുന്ന ഫോട്ടോ എടുത്തുകൊണ്ട് അത് സൗദി അറേബ്യയിലെ റിയാദിലെ സ്കൂളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ പച്ച നുണകൾ പടച്ചു വിടുകയാണ് ഈ പറയുന്ന സംഘ് പരിവാറിന്റെ ചെറ്റ നടത്തുന്നത്. ഇതിന്റെ കമന്റ് ബോക്സിൽ നിന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അതിൽ ആദ്യ കമന്റിൽ തന്നെ ഒരു പ്രേക്ഷകൻ ഈ ഒരു ഫോട്ടോ ഗൂഗിളിൽ നിന്ന് എടുത്തിരിക്കുന്ന റസൂം ഇന്റർനാഷണൽ സ്കൂളിന്റെ പേരും ഫോട്ടോയും അടക്കം ചേർത്തുകൊണ്ടാണ് ഈ കമന്റിനെ കളവാണെന്ന് സമർത്ഥിക്കുന്നത്. അല്ല പഹയ, റിയാദിലെ സ്കൂളിൽ മറ്റ് ദേശക്കാരും മതക്കാരും ഇല്ലേ? അവരോട് ആരാണ് തലയിൽ തുണിയിടാൻ പറയാറ്? ഇവിടെ തലയിൽ തുണിയിടുന്നവരെ ആരും തടയാറുമില്ല. കാശിന് വേണ്ടി BJPയിൽ ചേർന്ന നീ മരിക്കുന്നത് വരെ അവരെ സുഖിപ്പിച്ചേ മതിയാകൂ. RSS എന്ന സംഘടനയുടെ പേര് മരണമൊഴിയിൽ കൃത്യമായി എഴുതി വെച്ച് ഒരു യുവാവ് ആത്മഹത്യ ചെയ്തു. ഇന്ന് അയാളുടെ മരണമൊഴിയുടെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. RSS പ്രവർത്തകരിൽ നിന്ന് നേരിട്ട പീഡനങ്ങളെ കുറിച്ചും ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ചും അയാൾ അക്കമിട്ട് പറയുന്നു. എന്നിട്ട് കേരള പോലീസ് കേസെടുത്തോ, പക്ഷേ FIR-ൽ RSS എന്ന പേരില്ല. ഒന്ന് പോടോ, നീ പണ്ട് റിയാദ് സ്കൂളിലെ പ്യൂണായിരുന്നില്ലേ എന്ന് മറ്റൊരാള് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ AP അബ്ദുള്ള കുട്ടിയുടെ ഈ പറയുന്ന പച്ച നുണയെ പൊളിച്ചെടുക്കുകയാണ് കമന്റിൽ വരുന്ന, കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന എല്ലാവരും എന്നുള്ളതാണ്. ഈ പറയുന്ന ഈ AP അബ്ദുള്ള കുട്ടി എന്ന് പറയുന്ന ഈ പറയുന്ന പരമനാറി, ആ നാറി സംഘി എന്ന് പറയുന്ന ഈ ചെറ്റയ്ക്ക് എനിക്ക് മനസ്സിലാവാത്തത്, ഇത്തരത്തിൽ പച്ചനുണകൾ വിളിച്ചു പറയുക, തങ്ങളുടെ ഭാഗം അല്ലെങ്കിൽ തങ്ങളുടെ തീരുമാനങ്ങൾ അത് ശരിയാണെന്ന് ന്യായീകരിക്കാൻ വേണ്ടി ഇത്തരത്തിൽ പച്ച നുണകൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ ഹിജാബ് വിവാദത്തെ ഒന്നുകൂടി കൊഴുപ്പിക്കുവാനും, ഇവിടെ ആരെങ്കിലും ഇസ്ലാം മത വിശ്വാസവുമായി ബന്ധപ്പെട്ട് അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ സുഡാപ്പിയാക്കാനും അവനെ തീവ്രവാദിയാക്കാനും ഒക്കെ തത്രപ്പാടുപെടുന്ന ഈ അബ്ദുള്ള കുട്ടിയെയാണ് നമ്മൾ കാണുന്നത്. ഇവനൊക്കെ ചാണകം തിന്ന് ഇപ്പൊ അവസാനം തീട്ടം തന്നെയാണ് തിന്നുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. തീട്ടം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആരുടെ തീട്ടല്ല, ഇവൻ രാവിലെ തൂറും, എന്നിട്ട് ആ തീട്ടം ഇവൻ തൂറുന്നത് തന്നെ ഒരു പാത്രത്തിലേക്കാണ്. ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിലേക്ക് തൂറിയിട്ട് ഇവന്റെ തീട്ടം തന്നെ ഇവൻ വീണ്ടും ആഹരിക്കുന്നു. അങ്ങനെ കഴിച്ച് ബുദ്ധിയൊക്കെ വളരെ വളരെ പിറകോട്ടാണ് പോയിരിക്കുന്നത്. തീട്ടം തിന്ന് ഈ പറയുന്ന ബുദ്ധി പിറകോട്ട് പോയി എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്.
ബുദ്ധിയെ കുറഞ്ഞിട്ടുള്ളൂ, കുബുദ്ധിക്ക് ഒരു കുറവുമില്ല. ബുദ്ധിയും കുബുദ്ധിയും തമ്മിൽ വലിയ അന്തരങ്ങളുണ്ട്. ആ കുബുദ്ധിയിൽ നിന്ന് പുറത്തു വന്നതാണ് ഇത്തരത്തിൽ സിംഗപ്പൂരിലെ റസൂം ഇന്റർനാഷണൽ സ്കൂളിനെ അതിലെ ഫോട്ടോ എടുത്തുകൊണ്ട് അതിനെ സൗദി അറേബ്യയിലെ റിയാദിലെ സ്കൂളിലെ യൂണിഫോമിന്റെ കുട്ടികളുടെ ഫോട്ടോയാക്കി മാറ്റുന്ന ഇവന്റെ കുബുദ്ധി. നിങ്ങളൊരു കാര്യം ഇതിൽ ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോ സംഘപരിവാർ കേന്ദ്രങ്ങൾ ഈ പറയുന്ന ഹിജാബ് വിഷയത്തിൽ ഈ പറയുന്ന സെന്റ് റീതാസ് സ്കൂളിനെയും അവിടുത്തെ പ്രിൻസിപ്പളിനെയും പ്രതിരോധിച്ചുകൊണ്ടും അതിനെ ന്യായീകരിച്ചുകൊണ്ടും രംഗത്ത് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. കേരളത്തില് മറ്റു ഒരാളും ന്യായീകരിക്കാത്ത കാര്യങ്ങള് ഈ പറയുന്ന കാസക്കാരും ഈ പറയുന്ന സംഘപരിവാർ കേന്ദ്രങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം ഈ സെന്റ് റീതാസ് സ്കൂളിലെ മാനേജ്മെന്റും അതുപോലെ പ്രിൻസിപ്പളും അവർ നടപ്പിലാക്കിയ അജണ്ട എന്ന് പറയുന്നത് കാസയുടേതാണ്, സംഘപരിവാറിൻ്റെതാണ്. അതിലേറെ ഉപരി ഇവർക്ക് ഉപദേശം നൽകിയതും നിർദ്ദേശം നൽകിയതും തിരക്കഥ എഴുതി നൽകിയതുമൊക്കെ പൂഞ്ഞാറിലെ ചെറ്റയായിട്ടുള്ള PC ജോർജും അവൻ്റെ പരനാറി മകനായിട്ടുള്ള ഷോൺ ജോർജുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സംഘപരിവാർ കേന്ദ്രങ്ങൾ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് നമ്മൾ കാണുന്നത്. ഇടക്കിടക്ക് ഇവരൊരു ചോദ്യവും ചോദിക്കാറുണ്ട്. അങ്ങനെ നിങ്ങൾക്കത് നിർബന്ധമാണെങ്കിൽ അത് ധരിച്ചേ നിങ്ങൾക്ക് പറ്റുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൽ പോയി പഠിച്ചൂടെ എന്ന്. അപ്പൊ നമ്മൾ തിരിച്ച് ഈ പറയുന്ന പരനാറികളോട് നമ്മൾ പറയും, ഈ രാജ്യദ്രോഹികളോട് നമ്മൾ പറയും, ഞാൻ ആദ്യമേ പറയാറുള്ളതാണ്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാജ്യദ്രോഹികൾ ഇവിടുത്തെ സംഘപരിവാറാണ്, ഇവിടുത്തെ RSS ആണ്. ഈ രാജ്യദ്രോഹികൾ ബ്രിട്ടീഷുകാരന്റെ കാല് നക്കി കൊടുത്ത പാരമ്പര്യമാണ് ഇവർക്കുള്ളത്. അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റുകൊടുത്തവന്റെ പാരമ്പര്യമാണ് ഈ സംഘപരിവാറിന്റെ ചെറ്റകൾക്കുള്ളത്. ആ സംഘപരിവാർ നമ്മളോട് നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ പോയി പഠിക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു പറയും, ഇതുപോലെ കേരളത്തിന്റെ പൊതുജനത്തിന്റെ നികുതി പണം എടുത്തുകൊണ്ടാണ് സെന്റ് റീതാസ് സ്കൂളിലെ അധ്യാപകർക്ക് ഈ പറയുന്ന ശമ്പളം നൽകുന്നതെങ്കിൽ അവിടെ തന്നെ ഞങ്ങൾ പഠിക്കും, അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യുകയും ചെയ്യും. അവകാശത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ ഞങ്ങൾക്ക് കഴിയും. അതല്ലാതെ ഞങ്ങളുടെ പാരമ്പര്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരന്റെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി നീയൊക്കെ ഈ രാജ്യം വിട്ടു പോകണമെന്ന് പറഞ്ഞവന്റെ പാരമ്പര്യം ഞങ്ങൾക്കുണ്ടെങ്കിൽ, അങ്ങനെ ബ്രിട്ടീഷുകാരോട് ഈ രാജ്യത്ത് നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞ ഞങ്ങളുടെ മുൻഗാമികളെ ഒറ്റുകൊടുത്തവന്റെ പാരമ്പര്യം മാത്രമേ ഈ സംഘപരിവാറിന്റെ ചെറ്റകൾ കൊള്ളൂ എന്നുള്ള തിരിച്ചറിവ് അത് നിങ്ങൾക്കുണ്ടാവണം. നിങ്ങളുടെ നേതാവ് VD സവർക്കർ ആൻഡമാനിലെ ജയിലിൽ കിടന്നുകൊണ്ട് എത്ര കത്തുകളാണ് ഈ പറയുന്ന ബ്രിട്ടീഷുകാർക്ക് എഴുതിയത്? ആ എഴുതിയ കത്തുകളിലൊക്കെ ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ സൗഖ്യങ്ങളോ അവരുടെ സുഖങ്ങളോ അന്വേഷിച്ചു കൊണ്ടുള്ള കത്തുകളായിരുന്നില്ല. മറിച്ച് എന്നെ പുറത്തിറക്കി തരണം, എന്നെ ജയിൽ മോചിതനാക്കണം. അങ്ങനെ ജയിൽ മോചിതനാക്കിയാൽ ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് മാത്രമല്ല, എൻ്റെ പിറകിലുള്ള സംഘപരിവാറിൻ്റെ പ്രവർത്തകരായിട്ടുള്ള 10,000-കണക്കിന് വരുന്ന യുവാക്കളുണ്ട്, അവരുടെ സേവനവും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നൽകാമെന്ന് എഴുതിക്കൊടുത്ത്, മാപ്പ് എഴുതിക്കൊടുത്ത്, കാല് നക്കിക്കൊടുത്ത്, കുണ്ടി നക്കിക്കൊടുത്ത് സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റുകൊടുത്ത സംഘപരിവാറിന്റെ പാരമ്പര്യം, ആ പാരമ്പര്യം വ്യാജങ്ങളും പച്ചക്കള്ളങ്ങളും പടച്ചുവിടുന്ന നുണ പടച്ചുവിടുന്ന ഫാക്ടറികളുടേതാണ്. അതിൻ്റെ ഉടമസ്ഥർ ഈ രാജ്യത്ത് സംഘപരിവാരമാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിനെ അധിക്ഷേപിക്കാനും ഹിജാബ് ഇട്ട് വന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ ഈ പറയുന്ന മൗലികമായ അവകാശമായിട്ടുള്ള വിദ്യാഭ്യാസം എന്നത് അതിൻ്റെ അവകാശത്തെ തടയുവാനും മുന്നിൽ നിന്ന് നയിച്ചത് ഈ പറയുന്ന സംഘപരിവാരുകാരാണ്, ഈ പറയുന്ന കാസക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സ്കൂളിനെയും അവിടുത്തെ പ്രിൻസിപ്പലിനെയും അവിടുത്തെ മാനേജ്മെൻറ്റിനെയും ഒക്കെ പ്രതിരോധിച്ച് ഈ പറയുന്ന ന്യായീകരണങ്ങളും ക്യാപ്സ്യൂളുകളും ഇറക്കേണ്ട ഗതികെട്ട ഒരു അവസ്ഥയിൽ സംഘപരിവാർ കേന്ദ്രങ്ങളുള്ളത്. അതിലെ ഒരു ഉദാഹരണം മാത്രമാണ് ഈ പറയുന്ന AP അബ്ദുള്ള കുട്ടി എന്ന് പറയുന്ന ഈ പരമനാറിയുടെ ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. ആ നാറി ഇത്തരത്തിൽ ഒരു AI ഫോട്ടോ ഉണ്ടാക്കിക്കൊണ്ട് ആ AI ഫോട്ടോ എടുത്തുകൊണ്ട് അത് കേരളത്തിലെ യൂണിഫോം ആണെന്നും മറ്റൊരു സിംഗപ്പൂരിലെ റസൂം ഇന്റർനാഷണൽ സ്കൂളിന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് അത് സൗദി അറേബ്യയിലെ റിയാദ് സ്കൂളാണെന്നുമുള്ള പച്ച നുണ പടച്ചു വിട്ടുകൊണ്ട് ഇതിനെയൊക്കെ ന്യായീകരിക്കുവാനും പ്രതിരോധിക്കുവാനും രംഗത്തിറങ്ങുന്നത് ഇത്രമാത്രം നീചമായ മ്ലേച്ഛമായ പരിപാടിയാണ്.
തിരുവസ്ത്രമിട്ടുകൊണ്ട് സാത്താന്റെ പ്രവർത്തനം നടത്തിയ ആ പ്രിൻസിപ്പൽ ചെയ്ത സാത്താന്റെ പ്രവർത്തികളെ ന്യായീകരിക്കാൻ കൂടെ നിൽക്കുന്നത് ഈ രാജ്യത്തെ ഒറ്റുകൊടുത്ത സംഘ് പരിവാറിന്റെ കൂട്ടങ്ങൾ അല്ലാതെ മറ്റാർക്കാണ് ഇതിന് സാധിക്കുക?